ഹലോ ഗൈസ്, നേരം വെളുത്ത് 10 മണിയായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു 9:15 എണീറ്റ് എബി വിളിച്ചുണർത്തിയതാണ്. അല്ലേ ഞാൻ ഇപ്പോഴും എണീക്കത്തില്ലായിരുന്നു. പിന്നെന്ത് പറയാമെന്ന്. ഇപ്പം ഇന്ന് എന്താണ് ഉദ്ദേശമെന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. അപ്പം നിങ്ങൾ ഇന്നത്തെ എൻ്റെ ഡേ ഫുൾ കാണുക. അപ്പം എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പല്ല് തേക്കാൻ പോവാണ്. ഈ പല്ല് തേച്ചാൽ അപ്പം തന്നെ വിശക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവം എനിക്കുണ്ട്. എൻ്റെ അമ്മയ്ക്കും ഉണ്ട്. അമ്മയുടെ നീട്ടിയതാണ് എനിക്ക് ജീൻസേ. ഓക്കെ, അപ്പോൾ നമുക്ക് പല്ല് തേക്കാം. ഞാൻ പല്ല് തേക്കാറില്ല, കുളിക്കാറില്ല എന്ന് പറയുന്ന പല ആൾക്കാർക്കുള്ള മറുപടി. ഞാൻ പല്ല് തേക്കുന്ന വീഡിയോ എടുക്കും, നോക്കിക്കോ. അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയും, ഇത്രയും താമസിച്ച് എണീച്ച് പല്ല് തേച്ച് വല്ലതും കഴിക്കാൻ ഇങ്ങനെയൊക്കെ പറയുക. ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കുക എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ദി ബെസ്റ്റ് ദോശ, ബെസ്റ്റ് ദോശ, നെയ്യ് ഒഴിച്ച ദോശ. ഇപ്പം എങ്ങനെ തിരിയുന്നേ? രാവിലെ എണീറ്റ് കുളിക്കുന്ന സ്വഭാവം ഇല്ലേന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ശരിക്കും എനിക്ക് രാവിലെ കുളിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, ഭയങ്കര മടിയാണ്. വൈകുന്നേരം ഒരു 4, 5, 6, 7 ഈ ഒരു സമയത്തിൽ കുളിക്കുമ്പോഴാണ് കുളിച്ചെന്നുള്ളൊരു ഫീൽ വരുന്നത്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ രാവിലെ കുളിക്കാറുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് വേറൊരു സൗണ്ട് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൗണ്ട് അടിച്ചു പോയി. റൂം ക്ലീൻ ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാനും അമ്മയും. കുറേ നാളിന് ശേഷം റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ ദേ കടന്നു വരുന്നു. ഇത്രയും തുണികൾ ചേർത്ത് വെച്ചിരിക്കുക കേട്ടല്ലേ. നല്ലതും ചീത്തയെല്ലാം മാറ്റാൻ പോവുക. വേണ്ടുന്നതെല്ലാം കിടക്കുക. എന്താ ചെയ്യണം? പിന്നെയും പുതിയ മേടിക്കുമല്ലേ, എന്താ ചെയ്യാനേ. അപ്പോൾ പഴയതൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്യണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അങ്ങനെ വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള ഡ്രസ്സൊക്കെ വേർതിരിച്ചിട്ട് വേണ്ടുന്നത് മാത്രം എടുത്ത് ഞാൻ തിരിച്ചലമാരി വെച്ചു. ഈ ഒരു ഡ്രസ്സിങ് ടേബിൾ എപ്പോഴും മെസ്സ്. ഇത് നമുക്ക് വേറെ ദിവസം ക്ലീൻ ചെയ്യണം. രാത്രി ഇങ്ങനെ റീലും തോണ്ടിയിരുന്നപ്പം ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ലോഡ് ഓഫർ ഉണ്ടെന്ന് കണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവുക. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വ്ളോഗ് ആയതുകൊണ്ട് എന്തെടുക്കണം ഏതെടുക്കണം എന്നറിയാതെ കണ്ണി കണ്ട ചപ്പ് ചവറെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആകാശ്. ആകാശിന്റെ അമ്മയും അച്ഛനും കൂടെ ഉണ്ട്. അമ്മ പെട്ടെന്ന് വ്ളോഗ് എടുക്കുന്ന കണ്ടപ്പം ഇൻട്രോവേർട്ടായി മാറി. ആ സീനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഈ മാസ്കും വെച്ച് എന്നെ ആ സൂപ്പർ മാർക്കറ്റ് മൊത്തം നടത്തിച്ചത്. ആന്റിമാരുടെ അങ്കിൾമാരുടെ ഒക്കെ എക്സ്പ്രഷൻ നോക്കി എല്ലാരും എന്നെ നോക്കിക്കോ, ഏതായി പൊട്ടച്ചെന്ന്. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം ഇതോടെ അവസാനിച്ച് ഞങ്ങള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാൻ പോവാം. ബൈ ബൈ.